വെളി മൈതാനത്ത് 55 അടി ഉയരത്തിൽ പാപ്പാനി ഒരുങ്ങിക്കഴിഞ്ഞു. പുതുവർഷ രാവിനുള്ള കാത്തിരിപ്പാണ് ഇനി. വെളി മൈതാനത്ത് തന്നെയുള്ള മഴമരവും പുതുവർഷാഘോഷത്തിലെ പ്രത്യേക ആകർഷകമാണ്. ഇത്തവണ 1 ലക്ഷത്തിലധികം ആളുകളെയാണ് വെളി മൈതാനത്ത് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 25-ാം തീയതി നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം പേരോളം ഇതിൻ്റെ അകത്തേക്ക് ഈ പപ്പയെ കാണാനും ട്രീ കാണാനും എല്ലാം കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് പരമാവധി അങ്ങേറ്റം ഒരുപാട് വിടുന്നുണ്ട്, ഇത് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ 1 ലക്ഷത്തിൽ മേലെ ആൾക്കാരെയാണ്. വിദേശികളടക്കം ഒഴുകിയെത്തുന്ന ഫോർട്ട് കൊച്ചിയിൽ കർശന നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തും. 31-ാം തീയതി രാത്രി കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ തവണ കൂടുതൽ തിരക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ തവണ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു ഈ പാപ്പാഞ്ചിയുടെ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ 2 സ്ഥലങ്ങളിലുണ്ടാവും. സോ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഏകദേശം 1200 ആൾക്കാരുടെ പോലീസുകാരുടെ ഒരു ബന്ദോബസ്ത് സ്കീം ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ പാപ്പാഞ്ഞി നിർമ്മാണം പരേഡ് മൈതാനിയിൽ ആരംഭിച്ചതേയുള്ളൂ. 50 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയാണ് ഇവിടെ ഒരുങ്ങുന്നത്. വെളി മൈതാനത്തെ പാപ്പാഞ്ഞി നീക്കണമെന്ന പോലീസ് നിർദ്ദേശം കഴിഞ്ഞ വർഷത്തെ പുതുവർഷാഘോഷങ്ങളെ വിവാദത്തിലാക്കിയിരുന്നു. സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചാണ് അനുകൂല ഉത്തരവ് നേടിയത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് പാപ്പാഞ്ഞി കത്തിച്ചുള്ള പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷം ഒഴിവാക്കിയിരുന്നു.